മൂന്നാമത്തെ ശത്രു എന്താണെന്നറിയോ? വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധിയാണ്. മൂന്നാമത്തെ പ്രതിസന്ധി വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധിയാ. തെറ്റാണെന്നറിയാമെങ്കിലും വീണ്ടും തെറ്റുകളെ ആവർത്തിക്കപ്പെടുകയാണ്. അരുതുകളെ താലോലിക്കാൻ നമുക്കേറെ ഇഷ്ടമാണ്. പലതിൻ്റെയും അതിർവരമ്പുകൾക്ക് നിശ്ചയമില്ലാഴിക നമ്മുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അരുതുകളെ താലോലിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ? കുടുംബ പ്രാർത്ഥനകളെ ചെയ്യാതിരിക്കുന്നത് അതിൻ്റെ അതിർവരമ്പുകളെ, മക്കളുടെ അവകാശത്തെ നിഷേധിക്കുകയാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ളൊരു കണക്ടറാണ് ഞാൻ. എൻ്റെ ദൈവവും എൻ്റെ മക്കളും തമ്മിലുള്ളൊരു കണക്ടറാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ നേടിയെടുത്ത വിശ്വാസം എൻ്റെ മക്കളിലേക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ അരുതുകളെ താലോലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടാറുണ്ടോ? ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം, കുടുംബത്തിൽ അകത്ത് വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധി. നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ എല്ലാം വീടുകളിൽ ഊണുമേശ എപ്പോഴും TV-യുമായിട്ട് അഭിമുഖമായിരിക്കും, അല്ലേ? ചോറെടുത്ത് വെക്കുമ്പോൾ തന്നെ എന്തുകൂടെ ഓൺ ചെയ്യും. പണ്ട് ഇല്ലായ്മയുടെ കാലത്ത് പോലും വട്ടത്തിലിരുന്നു കൊണ്ട് അപരൻ്റെ പാത്രത്തിൽ, സഹോദരൻ്റെ പാത്രത്തിൽ, അമ്മയുടെ പാത്രത്തിൽ, അപ്പൻ്റെ പാത്രത്തിലൊക്കെ ഇല്ലാതിരുന്നത് മക്കൾ കണ്ടിരുന്നത് പരസ്പരം പങ്കുവെച്ച് പകുത്തു കൊടുത്താണ്. ഇന്ന് നമ്മൾ പറയും അല്പം പോലും തമ്മിൽ സ്നേഹമില്ല, രണ്ടെണ്ണമേ ഉള്ളൂ. യുദ്ധം കണ്ടാല് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആരാണ് കാരണക്കാർ? പങ്കുവെക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അരുതുകൾ, ചില പ്രതിസന്ധികൾ ഇത് അരുതാണെന്നറിഞ്ഞിട്ടും രണ്ട് മക്കൾക്ക് 2 ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത് 2 മക്കളുടെയും പ്രീതി വാങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒന്നിൽ നിന്ന് പകുക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല? നമുക്ക് പകുത്തു കൊടുക്കുവാൻ, പങ്കുവെക്കുവാൻ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആയുസിന്റെ വഴിയിൽ ദൈവ സാന്നിധ്യത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നിച്ചിരിക്കാനുള്ള സമയം എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ നിഷേധിക്കുന്നുണ്ടോ? ഒന്നിച്ചിരിക്കാനുള്ള സമയം എൻ്റെ മക്കൾക്ക് ഞാൻ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ നാളെ മെഴുകുതിരിയും പൂവുമായിട്ട് കല്ലറയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പുഴു നമ്മളെ നോക്കി ചിരിക്കും. എല്ലാം കഴിഞ്ഞൊടുവിൽ കല്ലറയുടെ മുൻപിൽ വന്ന് പൂവുമായി നിന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളെക്കാൾ വീരന്മാരൊക്കെ ആയവരവിടെ കിടന്നിട്ട് പറയുന്നുണ്ട് നമ്മളോട്, അല്ലേ? നമ്മൾ ചൊല്ലിയില്ലേ കഴിഞ്ഞ ദിവസം? ഖബർ തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. അവര് നമ്മളെക്കാൾ വീരന്മാരായിരുന്നു, ജീവിച്ചപ്പോൾ ദൈവത്തെക്കാൾ അധികം കൽപ്പിച്ചവരുമായിരുന്നു. എന്നാൽ എല്ലാവരും കാലയവനികയ്ക്കുള്ളിൽ മാറ്റപ്പെടുമ്പോൾ വരും തലമുറയ്ക്ക് മുൻപിൽ മാതൃക വെക്കാൻ എന്താണുള്ളത്? എവിടെയാണ് എന്നിൽ ഉണങ്ങിയിരിക്കുന്ന സ്വഭാവം? എവിടെയാണ്? കർത്താവ് ഇന്ന് ചോദിക്കുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. കർത്താവേ, എന്നിലെ ഉണങ്ങിയ അസ്ഥികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. ചില പ്രതിസന്ധികൾ ജീവിതത്തില് നമ്മുടെ അകത്തുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരാനാ, ചിലത് അയ്യോ തെറ്റുപറ്റിപ്പോയി എന്ന് സാക്ഷിക്കുവാനുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ യോനാ പ്രവാചകനെ പോലെയാ. യോനാ പ്രവാചകന്റെ പ്രത്യേകത എന്തായിരുന്നു? 4-ാം അധ്യായത്തിൽ ആവണക്കിന്റെ ചുവട്ടിൽ സുഖമായിട്ടിരുന്ന യോന, പുഴുവന്ന ആവണക്കെ കുത്തിയത് യോനെ അറിഞ്ഞില്ല, ആവണക്കെ കയറിയത് യോനെ അറിഞ്ഞില്ല, ഇലവാടിയത് യോനെ അറിഞ്ഞില്ല, കരിഞ്ഞത് മാത്രമാണ് യോനെ അറിഞ്ഞത്. പലപ്പോഴും ദൈവസന്നിധിയിൽ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചിന്തിക്കാൻ സമയം തരും, ഇതിൻ്റെ തുടക്കം ഞാനായിരുന്നോ എന്ന്. ചില നിഷ്ക്രിയത്വത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ്. യഹോവയുടെ വചനം അസ്ഥിമേൽ വീശിയപ്പോൾ അസ്ഥികൾക്ക് ഞരമ്പും മജ്ജയും വെച്ച് യഹോവയുടെ ശ്വാസം അതിന്മേൽ വന്നപ്പോൾ അത് ചലിക്കുന്ന ദേഹിയായി തീർന്നു. സത്യമായും ദൈവത്തിൻ്റെ വചനം, കർത്താവെ, ഉണങ്ങിയിരിക്കുന്ന, നിഷ്ക്രിയമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ, എൻ്റെ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ, എൻ്റെ ആരാധനയുടെ മേഖലകളിൽ, എൻ്റെ നോമ്പിൻ്റെ മേഖലകളിൽ എവിടെയാണോ ഒരു നിഷ്ക്രിയത്വം കടന്നു വന്നിരിക്കുന്നത്, സത്യമായിട്ടും അതിനെ കണ്ടെത്തുവാനും പരസ്പരം കുറ്റപ്പെടുത്തുന്നവരല്ല, പരസ്പരം വിമർശിക്കുന്നവരല്ല, ക്രിസ്തുവിൽ ചേർത്ത് പിടിക്കുവാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ 2-ാം അവസരത്തിൽ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ ധന്യമായ ജീവിതത്തിൽ പരസ്പരം കുറവുകളെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം കർത്താവ് അറിയാതെ ഒന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കാനും, എൻ്റെ ജീവിതത്തിലെ ശത്രുവിനെ അതിജീവിക്കുവാനും, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കുവാനും, പരസ്പരം കുറ്റപ്പെടുത്താതെ
പരസ്പരം മുറിവേൽപ്പിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നുകൊണ്ട് ജീവിക്കുവാനും ഉണങ്ങിയ അവസ്ഥകളെല്ലാം ഈ 2024 നോമ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അതാണല്ലോ നോമ്പ് പഠിപ്പിക്കുന്നതും. ആദ്യത്തെ ആഴ്ചയിൽ ശൂന്യമാകാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശൂന്യമായ പാത്രങ്ങളിൽ നിറയ്ക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നോമ്പ്. ലെൻഡ് ഈസ് ദ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് റിപ്പൻറ്റ് ചെയ്യാനുള്ള അവസരം. രണ്ടാമത്തെ ആഴ്ചയിൽ ശുദ്ധനാവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന കർത്താവിനെ കാണാം. ഇറ്റ്സ് എ ടൈം ടു റീവാലുവേറ്റ്. നമ്മെ തന്നെ റീവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ ആഴ്ചയിൽ തളർവാദ രോഗിയോട് ചോദിക്കുന്നുണ്ട്, ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ. ഇറ്റ്സ് എ ടൈം ടു റീന്യൂവൽ. നിന്നെ തന്നെ പുതുക്കാൻ നമുക്ക് സാധിക്കാൻ, നമ്മെ തന്നെ പുതുക്കാൻ. അടുത്ത ആഴ്ചയിൽ പുറജാതിക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെ കാണുന്നുണ്ട്. ഇറ്റ്സ് എ ടൈം ഓഫ് റീജനറേറ്റ്. നമ്മളെ തന്നെ ഒന്ന് റീജനറേറ്റ് ചെയ്യാൻ, ഒന്ന് പുനർജീവിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൂനിയെ നിവർത്തുന്നു. എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൂന്? അത് കണ്ടെത്തി ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ. ഇറ്റ്സ് എ ടൈം ഓഫ് റീഡെഡിക്കേഷൻ. നമ്മൾ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ മാത്രമാണ് അന്ധന് കാഴ്ച കൊടുത്തുകൊണ്ട് കർത്താവ് അവൻ്റെ ഉൾക്കണ്ണുകളെ തുറന്ന് കർത്താവ് പറയാണ്, യു ഗോ ആൻഡ് റീപ്രൊഡ്യൂസ്. പുതിയതാക്കി മാറ്റുക, ഒന്ന് റീസൈക്കിൾ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാൻ, ഉണങ്ങിയ അസ്ഥികളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം തന്ന ഏറ്റവും ബഹുമാന്യനായ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു.